റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാറിന്റെ മകൻ എ.പി. അർജുൻ വിവാഹിതനാകുന്നു. വിവരങ്ങളുമായി ലെവിനാണ് ചെയ്തത്. ലെവിൻ, ഇപ്പോൾ വിവാഹ സ്ഥലത്താണല്ലോ അല്ലേ? വിവാഹത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ തെക്കേ ഗോപുരത്തിലാണ്, വിവാഹ പന്തലിലാണ് കുടുംബസമേതം ചടങ്ങുകൾ നടക്കുന്നത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് അർജുന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതെങ്കിലും പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ നിര തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എ.പി. അനിൽകുമാർ, റവന്യൂ മന്ത്രിയുടെ മകൻ എ.പി. അർജുനും മലപ്പുറം കാളികാവ് സ്വദേശിയായിട്ടുള്ള നിരോഷയും തമ്മിലാണ് വിവാഹിതരാകുന്നത്. അർജുൻ മലപ്പുറത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ്. അവിടെ തന്നെ സഹപ്രവർത്തകയും സുഹൃത്തുമാണ് വധുവായിട്ടുള്ള നിരോഷ. രണ്ടുപേരുടെയും ബന്ധുക്കൾ ആലോചിച്ച് വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. വിവാഹത്തിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയും കുടുംബവും വധുവരന്മാർക്കൊപ്പം തന്നെ പന്തലിലുണ്ട്. തൊട്ട് പിറകിൽ കോൺഗ്രസ് നേതാക്കളുടെ വലിയ നിര തന്നെയാണുള്ളത്. റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാറിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശനും കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള K.C. വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. ഇപ്പോൾ P.C. വിശ്വനാഥ് മന്ത്രി, ഗോകുലം ഗോപാലൻ പ്രമുഖ വ്യവസായ പ്രമുഖൻ, അതോടൊപ്പം തന്നെ രമേശ് പിഷാരടി പാലക്കാട് MLA തുടങ്ങിയ ഹൈബി ഈഡൻ എറണാകുളം MP, അൻവർ സാദത്ത് ആലുവ MLA തുടങ്ങിയ പ്രമുഖരുടെ കോൺഗ്രസ് നേതാക്കളുടെ നിര ഇവിടെയുണ്ട്. വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ട് വധുവരന്മാരെ അനുഗ്രഹിക്കാനും മറ്റും ഇവിടെയുണ്ട്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ, മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി എത്തും. ഉച്ചയ്ക്ക് രാവിലെ 11 മണിയോടുകൂടിയാണ് വിവാഹ സൽക്കാര ചടങ്ങുകൾ ഗുരുവായൂരിൽ തന്നെയുള്ള ഗോകുലം റിസപ്ഷനിൽ വെച്ച് നടക്കുക. ഇപ്പോൾ മന്ത്രി M. ലിജു അടക്കമുള്ള ആളുകൾ കൂടി എത്തുന്നു. റോജി M. ജോൺ, മന്ത്രിമാരായ റോജി M. ജോൺ കൂടി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. സംസ്ഥാന മന്ത്രിസഭയിലെ മുഴുവൻ ആളുകളും കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രധാന നേതാക്കൾ കൂടി വിവാഹത്തിന്റെ ഭാഗമാകുന്നതിനായി എത്തും. ഏതായാലും മനോഹരമായ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി കോൺഗ്രസ് നേതാക്കളുടെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും തന്നെ എത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും വിവാഹ ചടങ്ങുകൾ നടന്നു. താലി കെട്ട് കഴിഞ്ഞതിന് ശേഷം വധുവരന്മാർ പന്തലിൽ വലം വയ്ക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടുപേരുടെയും, വധുവിന്റെയും വരന്റെയും കുടുംബാംഗങ്ങളും ഇവിടെയുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന വിവാഹമായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ, ഈ വിവാഹ സമയത്ത് പങ്കെടുക്കുന്നത്. രാവിലെ നടക്കുന്ന റിസപ്ഷനിലായിരിക്കും കൂടുതൽ ആളുകൾ എത്തുക. പക്ഷേ ഈ സമയത്തും വലിയ ആൾക്കൂട്ടം അല്ലെങ്കിൽ വലിയ പ്രമുഖരുടെ നിര തന്നെ വധുവരന്മാരെ അനുഗ്രഹിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. മന്ത്രിമാരായിട്ടുള്ള ആളുകൾ P.C. വിശ്വനാഥ്, M. ലിജു, അതേപോലെ തന്നെ റോജി M. ജോൺ അടക്കമുള്ള ആളുകൾ ഈ വിവാഹ സമയത്തിനൊപ്പം നിൽക്കുന്നു. MP ഹൈബി ഈഡൻ, MLA-മാരായ രമേശ് പിഷാരടി, അതോടൊപ്പം തന്നെ അൻവർ സാദത്ത് തുടങ്ങിയ ആളുകളുണ്ട്. മറ്റ് പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിന്റെ പ്രവർത്തകരും എ.പി. അനിൽകുമാറിന്റെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വധുവരന്മാരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും കെട്ടിക്കഴിഞ്ഞതിന് ശേഷം വിവാഹ മണ്ഡപത്തിൽ നിന്നും വധുവരന്മാർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ക്ഷേത്രത്തിൽ തൊഴുത് ദർശനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ആളുകൾ വധുവരന്മാർ എത്തുന്നത്. ഏതായാലും വിവാഹം പൂർത്തീകരിച്ചു. 6:15 വിവാഹത്തിന് മുഹൂർത്തം നിശ്ചയിച്ചിരുന്നത്. വിവാഹ ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ട് വധുവരന്മാർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിനായി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. മുൻ MP ആയിട്ടുള്ള TN പ്രതാപൻ, AICC സെക്രട്ടറി ആയിട്ടുള്ള TN പ്രതാപൻ വധുവരന്മാരെ കണ്ട് അപ്പോൾ വിവാഹം നല്ല മംഗളപൂർണ്ണമായി തന്നെ നടന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാറിന്റെ മകൻ എ.പി. അർജുൻ വിവാഹിതനായ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ലെവിൻ K. വിജയനാണ് വിവരങ്ങൾ നൽകിയത്.